അയോധ്യ രാം മന്ദിറിലോട്ടെ ഭക്തജനങ്ങൾ വരുന്നില്ല. കാരണം അവിടെ വന്ന് കാണിക്കിട്ട് കഴിഞ്ഞാലും പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും അതൊക്കെ കള്ളന്മാർക്ക് പൈസ കൊടുക്കുന്ന പോലെ ആയി പോകും എന്നുള്ളൊരു തോന്നല്. യഥാർത്ഥത്തിൽ രാമൻ അവിടെ ഇരിപ്പുണ്ടോന്ന് പോലും അറിയാത്തൊരവസ്ഥ. चोरी कोई और करे, भुगते हम लोग भाई. जब से राम मंदिर में चोरी तब से 1 लाख लोग आते थे, अब 1000 भी नहीं आ रहे हैं. അതെ, രാം മന്ദിറിലോട്ട് ആളുകൾ വരുന്നില്ലാന്ന്. മുമ്പ് വന്നതിൽ നിന്നും 50% ആളുകൾ വരുന്നത് നിന്നു. കാണിക്ക കിട്ടിക്കൊണ്ടിരുന്ന 8-10 ലക്ഷം നേരെ ചുരുങ്ങി 1-2 ലക്ഷത്തിലോട്ടും ചുരുങ്ങി. ഇത് പറയാൻ വേറെ ആരുമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പം അങ്ങോട്ടുള്ള മാധ്യമ പ്രവർത്തകരുടെ എൻട്രി പോലും റെസ്ട്രിക്ട് ചെയ്തതിൻ്റെ അവസ്ഥയാണ് ഇപ്പം അയോധ്യ രാം മന്ദിറിലുള്ളത്. നിങ്ങളോട് ആരും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഈ വാർത്ത എടുത്ത് ഇടാം എന്ന് വിചാരിച്ചത്. ഏതായാലും അവിടുത്തെ ഒരു സാധാരണ ഓട്ടോക്കാരൻ അയാളുടെ ബുദ്ധിമുട്ടുകൾ പറയുന്നത് കണ്ടുകൊണ്ട് നമുക്ക് തുടങ്ങാം. കാണാം. सन्नाटा चल रहा है भाई, क्या करोगे? देख लो कहाँ कितनी भीड़ रहती थी, अब देखो पूरा रोड सन्नाटा है. पीछे सामने हनुमानगढ़ी है भाई. पता नहीं क्या हो गया, जब से चोरी हुआ तब से बहुत भीड़ ही नहीं हो रहा है. एक बूंद सवारी ही नहीं आ रहा है. क्या कर सकते हो, भीड़ ही नहीं, कमाई वमाई हो ही नहीं रही है. आने का प्लान करो यार, तुम लोग अयोध्या आओ, घूमो यार. हम लोग तो हैं अभी. കേട്ടല്ലോ നിങ്ങൾ. അതായത് ഈ ഒരു രാം മന്ദിരം അവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഓട്ടോ ഓടിച്ചിട്ടും പൂ വിറ്റിട്ടും മറ്റ് പൂജാ സാധനങ്ങൾ വിറ്റിട്ടൊക്കെ ഒരുപാട് പേര് അവിടെ താമസിക്കുന്നുണ്ട്. അല്ല മീൻസ് ജോലി ചെയ്യുന്നുണ്ട്, ഈ രീതിയിൽ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. കാരണം അതിൻ്റെ അടുത്തോട്ട് വരുന്ന 10-15 കിലോമീറ്ററിൽ അളവിലുള്ള പാവപ്പെട്ട ഹിന്ദുക്കളടക്കം മുസ്ലിങ്ങൾ വളരെ കുറവായിരുന്നു അവിടെ. ഹിന്ദുക്കളടക്കം എല്ലാവരെയും ഇവന്മാർ മറ്റേ ബുൾട്ടോസർ വെച്ച് അവിടെ നിന്ന് അടിച്ചോടിച്ചിട്ടുണ്ട് എന്ന് രാം മന്ദിരം തുറന്ന സമയത്ത്. അതിനുശേഷം കുറേ പാവപ്പെട്ടവരവിടെ അങ്ങ് ജീവിച്ചിരുന്നു. അവരാണ് പച്ചക്ക് വന്നിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് അവസ്ഥ. ഇങ്ങോട്ട് ആളുകളൊന്നും വരുന്നില്ല. അതായത് പ്രാദേശിക വ്യാപാരികൾ ആണ് ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഫണ്ട് തട്ടിപ്പ് ആരോപണവുമായിട്ട് മോശം വാർത്തകൾ ക്ഷേത്രത്തിൽ എത്തുന്ന ഭക്തരുടെ എണ്ണത്തിൽ വലിയ രീതിയിലുള്ള എണ്ണം കുറച്ചിട്ടുണ്ട്. രാംപഥിലെ തിരക്കിൽ ഏകദേശം 50% മേലെയാണ് കുറവ് വന്നിട്ടുള്ളത്. അതുമാത്രമല്ല, മതപരമായിട്ടുള്ള ടൂറിസത്തെ പൂർണ്ണമായും ആശ്രയിച്ച് കഴിയുന്ന അയോധ്യയിലെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയും അതുപോലെ തന്നെ പ്രസാദവും പൂക്കളും വിൽക്കുന്ന ചെറുകിട കച്ചവടക്കാരെയും ഇത് നേരിട്ട് ബാധിച്ചിട്ടുണ്ട്. ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നടപടികളും അതല്ലെങ്കിൽ ഇത്തരം ഒരു സംഭവം നടന്നിട്ട് ഒന്നും മിണ്ടാണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ യു.പി. ഭരിക്കുന്ന നേതാക്കൾ, അതായത് ഈ സംഘപരിവാർ നേതാക്കളൊന്നും മിണ്ടാത്തതുമാണ് ഇതിൻ്റെയൊക്കെ കാരണം. ഭക്തർക്ക് അങ്ങോട്ടുള്ള ആ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഭക്തർക്ക് ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം ഒരുപാട് നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുറത്തോട്ട് വന്നിട്ടുള്ളത്. ഒരു ഓട്ടോക്കാരൻ മാത്രമല്ല, അവിടെ മറ്റ് ജോലി ചെയ്യുന്ന മറ്റു 1-2 പേരുടെ വീഡിയോസൊക്കെ ഇപ്പം ഔട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതോടൊന്ന് കാണിച്ചു തരാം, കണ്ടു നോക്ക്. प्रभाव पड़ा है, बिल्कुल प्रभाव पड़ा है. बिल्कुल काम यहाँ पर जो मंदा हो गया है, चोरी के कारण प्रभाव पड़ा. हाँ जी. അതായത് പണ്ട് 1000 പന്തോടുത്ത് 100 പോലും 50-100 മാത്രമേ വരുന്നുള്ളൂ. ഒരു തരത്തിലുള്ള ബിസിനസ്സുകൾ നടക്കുന്നില്ല. അല്ലെങ്കിൽ ഇവരൊക്കെ ദിവസക്കൂലി അല്ലെങ്കിൽ ദിവസമായിട്ടുള്ള എന്തെങ്കിലും ചെറിയ ചെറിയ പരിപാടികൾക്കായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ആരും ഇപ്പം അങ്ങോട്ട് വരുന്നില്ല ഈ ഒരു വാർത്ത വന്നതിന് ശേഷം എന്നാണ് ഈ ഒരു സ്ത്രീ പറയുന്നത്. പിന്നെ ഒരു വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ അവർ പറയുന്നുണ്ട്. हाँ जी, बिल्कुल यहाँ आ नहीं रहे. यहाँ इतनी भीड़ होती थी, इस समय तो सोना पड़ा दूर तक, जहाँ मर्जी देख लीजिए. क्या कह रहे हैं लोग जो आ रहे हैं? कुछ लोग आप चाय वगैरह पीने आते होंगे, तो क्या कह रहे हैं लोग, क्या चर्चा कर रहे हैं? यही चर्चा कर रहे हैं कि हम लोग जो है इतना खर्चा करके आते हैं मंदिर में, राम मंदिर बना है और यहाँ पर आने के बाद में पता लग रहा है कि चोरी हो गया. हम लोग के आने का क्या फायदा, आस्था हमारी जो है सब खराब हो गई. बिल्कुल बिल्कुल लोग ऐसी चर्चा कर रहे हैं. बिल्कुल कर रहे हैं सर. और भीड़ भी कम गई है चोरी के बाद. है ही नहीं, बिल्कुल भीड़ है ही नहीं. जब से चोरी हुई तब से उसके पहले भीड़ अच्छी खासी रहती. अच्छी खासी भीड़ रहती थी. हम लोग जो सुबह से शाम तक लगाते थे, पूरी रात की दुकान लगाते थे. अब तो 4 घंटा खोलते हैं, चले जाते हैं, बैठ करके क्या करेंगे. അതായത് പണ്ട് ഞങ്ങൾ രാവിലെ തുറന്നു കഴിഞ്ഞാൽ വൈകുന്നേരം അടയ്ക്കുന്ന കടകളായിരുന്നു. ഇപ്പം അവിടേക്കൊന്നും ഒരാൾ പോലും വരുന്നില്ല. 3-4 മണിക്കൂറുകൾ മാത്രം തുറന്നിട്ട് കട അടയ്ക്കേണ്ടി വരുന്നൊരു അവസ്ഥയാണ്. ഇനി വന്ന് ഇരിക്കുന്ന ആളുകൾ തന്നെ, ചായ കുടിക്കാനൊക്കെ വന്ന് ഇരിക്കുന്ന ആളുകൾ തന്നെ പറയുന്നത് ഇത്രയും കഷ്ടപ്പെട്ട് രാം മന്ദിർ ഉണ്ടാക്കി ഒരു പള്ളി പൊളിച്ച് ഇത്രയും രാജ്യത്ത് ഇത്രയും കുത്തിത്തിരിപ്പുകളും ചെറ്റത്തരങ്ങളും കാണിച്ചിട്ട് ഒരു പള്ളി പൊളിച്ചിട്ട് അവിടെ ഒരു രാം മന്ദിർ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഇടയ്ക്ക് ഇമ്മാതിരി കളവുമാര് ചെയ്തില്ലേ. ഭക്തരുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം കംപ്ലീറ്റ് കവർന്നെടുക്കുന്ന ഈ സംഘപരിവാണത്തിന്റെ വാണത്തരങ്ങൾ കണ്ടതുകൊണ്ട് തന്നെ ആൾക്കാർക്കാരും അങ്ങോട്ടുള്ള ഒരു വിശ്വാസവും പോയി, അങ്ങോട്ട് വരുന്ന ഒരു വരവും കുറഞ്ഞു. ഇതൊക്കെയാണ് ആളുകൾ അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അവിടുത്തെ ഒരു ലോക്കലായിട്ടുള്ള ഒരു സ്ത്രീ, അവിടെ ചെറിയ കച്ചവടം ചെയ്ത ഒരു സ്ത്രീ പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ ഈ വാർത്തകൾ ഗോദി മീഡിയ പുറത്തോട്ട് വിടില്ല. പിന്നെ നമ്മുടെ മലയാള മീഡിയസ് ഒന്നും അതിലോട്ടൊന്നും അത്ര കെയർ ചെയ്യാറില്ല, വിട്ടേക്ക്. അപ്പോൾ ഗോദി മീഡിയകളൊന്നും ഇത് ഒരു രീതിയിലും പുറത്തോട്ട് വിടാനുള്ള ചാൻസസ് വളരെ ലെസ്സാണ്. പിന്നെ കുറെ ഇൻഡിപെൻഡന്റ് മാധ്യമങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് അവിടുത്തെ എന്താ പറയുക, അയാളുടെ പേര് അതായത് ജൂൺ 29 മാധ്യമ പ്രവർത്തകൻ സന്ദീപ് ഖേറും അതുപോലെ തന്നെ അയോധ്യ പോലീസും തമ്മിലൊരു തർക്കം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചോദ്യം ചെയ്ത സമയത്ത്. അത് 29 തീയതി ജൂൺ 29. അപ്പോൾ അതോടുകൂടി അതിനുശേഷം അങ്ങോട്ടുള്ള മാധ്യമങ്ങളുടെ എന്താ പറയുക കടക്കാനുള്ള പെർമിഷൻ റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അതായത് പുറത്തു വന്ന അഴിമതി വാർത്തകൾക്ക് പിന്നാലെ പൊതുജനങ്ങളുടെ പ്രതികരണങ്ങളെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ട്രസ്റ്റ് നടത്തിയ
ശ്രമങ്ങളുടെ നേരിട്ടുള്ള ഫലമായിട്ടാണ് ഇത് പറയുന്നത്. സ്വതന്ത്ര മാധ്യമങ്ങൾ, അതായത് ജൂൺ 26, 27 തീയതികളിൽ നടത്തിയിട്ടുള്ള ചില തീവ്രമായിട്ടുള്ള ഗ്രൗണ്ട് റിപ്പോർട്ടിംഗ് അവിടെ നടന്നിരുന്നു. അതിനെ തുടർന്ന് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ക്ഷേത്ര സമുച്ചയത്തിനകത്ത് ചിത്രീകരിക്കാനുള്ള മാധ്യമങ്ങളുടെ അനുമതി മുൻകൂട്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, പ്രാദേശിക ഭരണകൂടം ഒരു കർശനമായിട്ടുള്ള ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആരെങ്കിലും അങ്ങോട്ട് എവിടെ രീതിയിൽ ഷൂട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പരിസര പ്രവർത്തകർ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യണം. അതിനുള്ള പെർമിഷൻ നേരത്തെ വാങ്ങണം. പക്ഷേ പെർമിഷൻ കൊടുക്കുന്നില്ല, അതാണ് അതിന്റെ സത്യം. അതോടുകൂടി മാധ്യമങ്ങളുടെ ചിത്രീകരണങ്ങൾ ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തോട്ട് എന്താ പറയുക, ചിത്രീകരണമാക്കി അകത്തോട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് പോകുന്ന വഴികളിലോട്ടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ക്യൂകളോട്ടോ, അത് അവിടുത്തെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ അവിടേക്കുള്ള മറ്റേ ഈ പരിശോധിച്ച് കയറ്റുന്നത്, ആ ഭാഗങ്ങളിലൊന്നും മാധ്യമങ്ങൾക്ക് കയറി റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അതല്ലെങ്കിൽ വല്ല ഗോതി മീഡിയക്കാർ വന്നിട്ട് പുറത്തുനിന്ന് ആളെ ഇറക്കി ആ തിരക്കുണ്ട് ഇത് കാണിക്കുന്നൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമ്മതിക്കും. അതല്ലാത്ത ഒരു റിപ്പോർട്ടിങ്ങും ഇപ്പം അയോധ്യയിൽ സാധ്യമല്ല. അതെല്ലാം റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സത്യമാണ്, നമുക്ക് അറിയാവുന്ന കാര്യമാണ് അവിടെ നടക്കുന്നത് എന്താണെന്നുള്ളത്. രാമന്റെ സകലതും അടിച്ചുകൊണ്ട് പോയിട്ടുള്ള സംഘപരിവാരത്തിനെ നമ്മൾ കണ്ടു. ഓരോ ദിവസം ഓരോ സാധനങ്ങൾ അടിച്ചു പോയിന്റ് റിപ്പോർട്ടുകൾ പുറത്തോട്ട് വരുന്നു. ഓരോ ദിവസം ഓരോരുത്തന്മാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നു. ചബത്രായിനെ പോലത്തെ അല്ലെങ്കിൽ മുത്ത് നിരച്ച സംഘപരിവാറിന്റെ ആൾക്കാരെ തൊടാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റു പല ആൾക്കാരും ബലി കൊടുക്കേണ്ട, മറ്റു പല ആൾക്കാരും സ്വയം കുറ്റം ഏറ്റെടുക്കേണ്ട അവസ്ഥകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മുടെ തിരക്കിലാണ് ഈ ഇന്ത്യ വിസിറ്റ് വളരെ കുറവാണ് ഇപ്പം. കൂടുതലും ഓസ്ട്രേലിയയിലും ഇന്തോനേഷ്യയിലും മറ്റ് സ്ഥലങ്ങളിലായതുകൊണ്ട് ജിക്ക് ഇങ്ങോട്ട് വിസിറ്റ് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല. വിസിറ്റ് ചെയ്യുന്ന സമയത്തും ഒന്നും മിണ്ടാൻ പോകുന്നില്ല. കാരണം തിരക്കിലാണ്, ട്രിപ്പിന്റെ തിരക്കിലാണ്, ലോക ട്രിപ്പിന്റെ തിരക്കിലാണ്. അവിടെ പോയിട്ട് 6, 2, 8, 1, 1, 11 ഒക്കെ ഇത് പറഞ്ഞ് നടക്കുന്ന ജിക്ക് ഇതിനൊന്നും സമയം കിട്ടാറില്ല. നമ്മൾ അതുകൊണ്ടൊന്നും പറയുന്നില്ല. അപ്പോൾ ഇതാണ് രാം മന്ദിറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ആളുകളുടെ എണ്ണം കുറഞ്ഞു, വരുമാനം കുറഞ്ഞു. ഇനി പുതിയ വല്ല ഗിമിക്കുകളും കാണിക്കേണ്ടി വരും നമ്മുടെ സംഘപരിവാർ അവിടെ ആളെ കൂട്ടണമെങ്കിൽ. പുതിയ വല്ല ടെക്നിക്കുകളും ടെക്നോളജിയൊക്കെ കൊണ്ടുവരേണ്ടി വരും. അതായത് കാത്തിരുന്ന് കാണാം. പുതിയ അപ്ഡേറ്റുകൾ നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇത്തരം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റുകളും ഒക്കെ ചെയ്യുക. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ പറ്റുന്നവരങ്ങനെ ചെയ്ത് കാണുക. ഒരു സ്ട്രോങ് സപ്പോർട്ട് അത്യാവശ്യമാണ്. അതല്ലെങ്കിൽ നമുക്കിട്ട് പണി തരാനും ഈ പറഞ്ഞ സംഘപരിവാർസ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്.